നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളാണ്. നമ്മളോരോ നേട്ടങ്ങൾ ഈ നാടിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി 4 കാശിന്റെ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ള ബാധ്യതയാണ്. ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴെല്ലാം അവസരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കേരളത്തിന്റെ വികസനത്തെ പാരവെച്ചിട്ടുണ്ട്. ഇവിടെ വയനാട് ദുരന്തം, ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായപ്പോൾ എത്ര നിസ്സാരവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിന് വയനാട് ദുരന്തം ഒന്നും വിളിക്കരുത്, അത് വലിയ ദുരന്തമാണോ? ഒരു പഞ്ചായത്തിൻ്റെ 2 വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമില്ലെന്ന് 10-400 ആളുകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ സർവ്വവും നഷ്ടപ്പെട്ടവരായി മാറുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മരണത്തിന്റെ ഗഹ്വരത്തിലേക്ക് വീണുപോവുകയും ചെയ്ത ഒരു മഹാദുരന്തത്തെ പോലും നിസ്സാരവൽക്കരിച്ച്, ഒരുപക്ഷെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് സഹായം നമുക്ക് കിട്ടാതെ പോകും. അദ്ദേഹം ഇവിടെ വയനാട്ടിൽ വന്ന് പരസ്യമായിട്ട് ഇത് വലിയ ദുരന്തമൊന്നുമല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഡൽഹി പോയി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ ദുരന്തം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. ഇല്ലെങ്കിൽ ഡൽഹിയിൽ നമുക്ക് സഹായം തരുന്നേ, ഒരു സഹായം നമുക്ക് അതിലല്ലോ. എപ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, അപ്പോഴെല്ലാം ദില്ലിയിൽ പോയി അതിന് പാര പണിഞ്ഞിട്ടുണ്ട്. സഹമന്ത്രിയായിരുന്ന കാലത്ത്, കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ വരുന്നത് തന്നെ കേരളത്തിലെ ഗവൺമെന്റിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ നിശ്ചയമായിട്ടും മറുപടി പറയണം. തന്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന, തന്റെ സിഗ്നേച്ചർ എന്താണ് ഈ മണ്ണിലുള്ളത്? ഒരു കാലണയുടെ അല്ലെങ്കിൽ ഒരു 5-10 ഉറുപ്പിക കൊടുത്താൽ കിട്ടുന്നതായിട്ടുള്ള ഒരു അരക്കിലാമ്പ്, ഒരു റാന്തൽ ഈ നാട് വെളിച്ചം ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? പറയണ്ടേ? അപ്പോൾ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ അച്ഛനമ്മമാർക്ക് പെൻഷൻ കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം. ഇപ്പോൾ ഭൂമിയില്ലാത്ത ആളുകളുണ്ട്, ആ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും കൊടുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയെല്ലാം ഇപ്പോൾ ജോലിയായിട്ട് അംഗീകരിച്ചു ഗവൺമെന്റ്. വീട്ടുജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക് 35-60 മധ്യപ്രായമുള്ള സഹോദരിമാർക്ക് മറ്റ് ആനുകൂല്യങ്ങളില്ലാത്തവർക്ക് 1000 രൂപ ഗവൺമെന്റ് കൊടുക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തൊഴിൽ പരിശീലനത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് പോക്കറ്റ് മണി 2000 രൂപ കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ അഴിമതിരഹിതമായിട്ടുള്ള ഫലം നടത്തുന്ന ഒരു ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് അപേക്ഷിക്കുന്നത്.